ഹായ് ഹലോ എല്ലാവർക്കും മിനി ഹോം കുക്കിങ്ങിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിങ്ങനെ ആരെയും പരിചയപ്പെടുത്തുന്നില്ല. അപ്പം അത് കുറച്ച് ദിവസമായിട്ടുള്ള വീഡിയോസിലൊന്നും ഞാൻ മിക്കവാറും അങ്ങനെ പറയാറില്ല. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ പോസ്റ്റുകൾക്ക് താഴെയൊക്കെ വന്ന് ചോദിക്കാറുണ്ട്, ഇന്നെന്താ സ്പെഷ്യൽ ഇന്നെന്താ പ്രത്യേക ഉണ്ടാക്കിയതെന്ന്. അപ്പം ഞാൻ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏതാനും ദിവസങ്ങളായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും ഇടാൻ സാധിച്ചില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഓണം സ്പെഷ്യൽ റെസിപ്പികൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് ഞാൻ മുന്നേ ഞാൻ ഇട്ടതാണ്. അപ്പോൾ എന്നാലും ഈ ഓണം എത്തിയല്ലോ, ഒന്ന് ചിത്തിരിയായില്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊരു പായസം ഉണ്ടാക്കാം. ആ പായസം എന്ന് പറയുമ്പോൾ നമുക്ക് പരിപ്പ് കൊണ്ടൊരു പ്രഥമൻ ഉണ്ടാക്കാം. പരിപ്പെന്ന് പറയുമ്പോൾ കടലപ്പരിപ്പല്ല, കടലപ്പരിപ്പിൻ്റെ പ്രഥമനൊക്കെ നമ്മൾ സ്ഥിരം അങ്ങനെ ഉപയോഗിക്കുന്നതല്ലേ. അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ട് നമുക്ക് തുവരപ്പരിപ്പ് കൊണ്ടൊരു പ്രഥമൻ തയ്യാറാക്കാം. അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് വെച്ചെടുക്കുകയും ചെയ്യാം, അപ്പം തയ്യാറാക്കുകയും ചെയ്യാം. അപ്പം നമുക്കതാണ് നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സന്ധ്യയായി, രാത്രി ആകുമ്പോഴത്തേനും ഈ വീഡിയോസ് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. കാരണം എന്ന് വെച്ചാൽ വെളിച്ചത്തിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അറിയാമല്ലോ, ഞാൻ പുറത്തുള്ള വെളിച്ചത്തിലൊന്നും പോയി നല്ല വീഡിയോസ് എടുക്കുന്നത്, അകത്തെ വെളിച്ചത്തിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു വെളിച്ചക്കുറവൊക്കെ വരും. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ പായസവും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പുതിയൊരു പാത്രമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം അതിലാണ് ഞാൻ ഇന്ന് പായസമൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ എൻ്റെ പുതിയ പാത്രത്തിൻ്റെ ഉദ്ഘാടനവും ആവും. അപ്പോൾ പായസത്തിൻ്റെ കൂടുതൽ റെസിപ്പികളുമായിട്ട് ഞാൻ വരും ദിവസങ്ങളിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പരിപ്പ് പ്രഥമൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. നമുക്ക് പായസം തയ്യാറാക്കാനായിട്ട് വേണ്ടുന്ന ചേരുവകളെന്ന് പറയുന്നത്, ഞാൻ ഒരു 1/2 കിലോയിൽ കൂടുതൽ ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 400 ഗ്രാമോളം കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു കാര്യം ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാലേ, പായസം വെക്കണമെന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ എപ്പോഴാണ് വെക്കുന്നത് അതിന് മുന്നേ നമുക്ക് ഈ പരിപ്പൊന്ന് കഴുകി ചെറുതായിട്ടത് വെയിലത്ത് ഉണക്കിയെടുത്താൽ നമുക്ക് നെയ്യിൽ വഴറ്റാൻ എളുപ്പമായിരിക്കും. പക്ഷേ ഞാനിതിപ്പോൾ ഇങ്ങനെ കഴുകിയെടുത്ത് ചെയ്ത്, പിന്നെ അതിനാവശ്യമായിട്ടുള്ള പാല്. അപ്പോൾ പാലെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തേങ്ങയുടെ അല്ലെങ്കിൽ ഒരു 1.5 മുറി തേങ്ങയുടെ പാലെടുക്കണം. അതിപ്പോൾ 1-ാം പാല് 2-ാം പാല് 3-ാം പാലെന്നൊന്നുമില്ല. നമ്മൾ കുറച്ച് കട്ടിക്ക് നമ്മൾ മിക്സിയിൽ നിന്ന് അടിച്ചെടുത്താൽ നമുക്ക് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ കിട്ടും. അപ്പോൾ അങ്ങനെ അങ്ങ് എടുത്താൽ മതി. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ 1-ാം പാല് 2-ാം പാല് 3-ാം പാലെന്നൊന്നും പറഞ്ഞെടുക്കണ്ട. അപ്പോൾ പായസം തയ്യാറാക്കാനായിട്ട് ഞാൻ എൻ്റെ പുതിയ പാത്രം വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് ചൂടായി വരട്ടെ. ഇത് നമുക്ക് ഏകദേശം ഒരു 2 സ്പൂണോളം നെയ്യ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് ഈ പരിപ്പൊന്ന് ഇതിൽ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേ സന്ധ്യയായി. അപ്പം വെളിച്ചത്തിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം നമുക്കിത് ചെറിയ തീയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഈർപ്പമൊക്കെ ഒന്ന് മാറി ഒന്ന് വരണ്ട് വരുന്ന രീതിയിൽ. ഞാൻ നേരത്തെ വീഡിയോസൊക്കെ എടുക്കണമെന്ന് കരുതിയത് നടന്നില്ല. ചെറിയ തീയിലിട്ട് നമ്മൾ തൻ്റെ പരിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി. പക്ഷേ ഈ പരിപ്പ് ഒട്ടിപ്പിടിച്ചിട്ടില്ല. കാരണം നമ്മൾ വെള്ളത്തിൽ ഒരുപാട് സമയം ഇട്ടിരുന്നു കഴിഞ്ഞാൽ പരിപ്പ് അറിയാലോ, കട്ട പിടിച്ച പോലെ അങ്ങാവും. പിന്നെ നമ്മൾ വെള്ളം എടുത്ത് ഊറ്റിക്കളഞ്ഞ ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ കട്ട പിടിച്ച പോലെ ആവും. ആ സമയം നമ്മൾ അതൊരു അരിപ്പ പാത്രത്തിലോട്ട് മാറ്റി വെച്ചിരുന്നാൽ ഇതേപോലെ നമുക്ക് വേറിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ പരിപ്പ് നേരത്തെ ഒന്ന് കഴുകി ഒന്ന് ഉണക്കി ഒന്നെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ വരട്ടിയെടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വേകാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് പാല് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 1-ാം പാല് 2-ാം പാല് 3-ാം പാല് അങ്ങനെയൊക്കെ എടുക്കേണ്ടതെന്നവർക്ക് അങ്ങനെ എടുക്കാം. കാരണം ഞാനിപ്പോൾ ഇത് ഒറ്റ ഇതായിട്ടാണ് എടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ തേങ്ങാപ്പീര ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും തോരനോ ഉപ്പേരി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കാനായിട്ട് എടുക്കാം. കാരണം അതിൻ്റെ പാല് മൊത്തം പൂർണ്ണമായിട്ട് പോകുന്നില്ലല്ലോ. അപ്പം നമുക്ക് അത് അങ്ങനെ കളയേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ അത് തയ്യാറാക്കാനായിട്ടൊക്കെ എടുക്കാം. അപ്പം ഇത് ഇങ്ങനെ കിടന്നൊന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോൾ നമ്മുടെ പരിപ്പ് തന്നെ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് കുക്കറിലടിച്ച് ചേർക്കാം. കുക്കറിലൊരു 3 വിസിലടിച്ചെടുത്താൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുമല്ലോ. അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് എളുപ്പമാണ്. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യേണ്ടതെന്ന് കരുതി. അപ്പം നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ നോർമൽ രീതിയിൽ വെക്കുന്ന പോലെ അങ്ങ് വെക്കാമെന്ന് കരുതി.
അപ്പോൾ അതാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ പരിപ്പ് കുറച്ച് സമയം കൂടി ഒന്ന് വേകട്ടെ. അപ്പോൾ കുറച്ച് പാലും കൂടി അങ്ങ് ചേർക്കാം. പാൽ എത്ര ചേർത്താലും കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് കൂടും. അപ്പോൾ പിന്നെ തേങ്ങയൊക്കെ ചിരകി പിഴിഞ്ഞെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കുറച്ചൊക്കെ ചേർത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വേകട്ടെ. ഇവിടെ പരിപ്പ് ഒരുവിധം വെന്ത് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ചേർക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഒന്ന് തിളച്ചൊന്ന് റെഡിയാകട്ടെ. കുക്കറിലടിക്കുമ്പോഴേ ഇതങ്ങ് ഒരുപാട് അങ്ങ് വെന്തങ്ങ് ഒരു വല്ലാതെ അങ്ങ് കുറുകിപ്പോവും. നമുക്കിതാണെന്നറിയാം. ഇതാകുമ്പോൾ ഇടയ്ക്ക് തരി പോലൊക്കെ കിടക്കുമല്ലോ, അപ്പോൾ കഴിക്കാനും ഒരു പ്രത്യേക രുചിയായിരിക്കും. നമുക്ക് പിന്നെ കുറച്ച് പാലും കൂടി അങ്ങ് ചേർത്തേക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക ചേർക്കാം. അപ്പോൾ ഏലക്ക ഞാൻ ചതച്ച് അങ്ങോട്ട് ചെയ്ത് പൊടിയായിട്ട് അങ്ങ് ചേർത്തല്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ അരിപ്പൊടി നമ്മുടെ തേങ്ങാപ്പാലിൽ കലക്കി ചേർക്കണം. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് അങ്ങ് കുറുകി കിട്ടും. കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാൻ അരിപ്പൊടി തന്നെ അങ്ങ് ചേർത്തി. അപ്പോൾ നമ്മുടെ പരിപ്പ് പ്രഥമൻ നന്നായിട്ട് ഇതുണ്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് അങ്ങ് കുറുകണ്ട. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി മൂപ്പിച്ചതങ്ങ് ചേർക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തുവരപ്പരിപ്പ് കൊണ്ടുള്ള പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. നല്ല കിഡിലൻ രുചിയാണ് അതിന്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഒരു വെറൈറ്റി പായസമായിട്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. നമ്മളെപ്പോഴും ബ്രഹ്മസലി അത് ഇതൊക്കെ അല്ലേ, അപ്പം ഒരു ദിവസം നമുക്ക് ഇതുപോലൊരു പായസം തയ്യാറാക്കാം. അപ്പം പായസത്തിൻ്റെ അടുത്ത വീഡിയോയുമായി വരും ദിവസങ്ങളിൽ എത്തുന്നതായിരിക്കും റെസിപ്പിയുമായിട്ട്. അപ്പോൾ അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ.